കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ വരുന്ന ട്രെയിനിൽ കയറി നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക്. അവിടെ നിന്ന് സൗദി അറേബ്യയിലെ ജിദ്ദ, അതും സൗദി എയർലൈൻസിൽ. ഒന്ന് അമേരിക്ക വരെ പോവാണ്. കൊച്ചി എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ആയി കൊച്ചിയുടെ ആകാശ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം. ടേക്ക് ഓഫിന് ശേഷം നല്ല ഫുഡ് കഴിച്ച് ഒരൊറ്റ ഉറക്കം, പിന്നെ നേരെ ഉണർന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിലായിരുന്നു. അങ്ങനെ നമ്മൾ ജിദ്ദയിൽ ലാൻഡ് ചെയ്തു. ഇനി അടുത്ത ഫ്ലൈറ്റ് ജിദ്ദയിൽ നിന്നും നേരെ അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് 12 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിലിരിക്കണം. ഈ ഗ്ലോബിൻ്റെ ഒരു വശത്ത് ഇരുട്ടും ഒരു വശത്ത് വെളിച്ചവും കാണുന്നില്ല. ഇരുട്ടായ ഭാഗത്ത് ഇപ്പോൾ രാത്രിയാണ്. ഈ കാണുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ മുകളിൽ കൂടെയാണ് നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ നേരെ അറ്റ്ലാന്റിക് ഓഷൻ്റെ മുകളിലെത്തും. അറ്റ്ലാന്റിക് ഓഷൻ്റെ മുകളിൽ കൂടെ കുറച്ചധികം സമയം നമുക്ക് ഫ്ലൈ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഫ്ലൈ ചെയ്തിട്ട് വേണം അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് എത്താൻ. നമുക്കൊന്ന് വിൻഡോ തുറന്ന് നോക്കാം, പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതാ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അറ്റ്ലാന്റിക് ഓഷൻ്റെ മുകളിൽ കൂടെ ഫ്ലൈ ചെയ്യാൻ പോവാണ്. ഇതാണ് അറ്റ്ലാന്റിക് ഓഷൻ. നമുക്ക് ശരിക്കും നോക്കിയാൽ ചെറിയ രീതിയിലുള്ള വേവ്സ്, തിരമാലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഏകദേശം അമേരിക്കയിൽ ലാൻഡ് ചെയ്യാറായി. ഇതാണ് ന്യൂയോർക്കിൻ്റെ ആകാശ കാഴ്ചകൾ. ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ കാണാൻ നല്ല രസമായിരിക്കും. വിൻഡോ സീറ്റ് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്തു. ഇനി അവിടെ നിന്നൊരു ട്രെയിൻ പിടിച്ചു നേരെ വീട്ടിലേക്ക്.